ആ ബാബു ഒരു മിനിറ്റ്. എടാ എടാ ഇവന്റെ അനിയന്റെ പേരെന്തുവായിരുന്നടാ? എന്തോ ഒരു പേര് ഞാനും പറഞ്ഞു. ഫോട്ടോ എന്നാണോ തോന്നുന്നു. ഫ്രണ്ടിലാണ് പുള്ളി വരേണ്ടത്. നമ്മളെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് പുള്ളിയുടെ വീട്. എടാ എന്റെ ഒരു എസിന്റെ ഇപ്പുറത്ത് കൈ തട്ടിപ്പോടാ, ഞാൻ കണ്ടില്ലടാ. അവന്റെ പേരെന്താ? ചോട്ടോ? ചോട്ടൂന്നാണോ? അല്ല അങ്ങനെ വരാം. ബാബുവിന്റെ അനിയൻ ചോട്ടൂന്നാണ്. പണ്ട് എനിക്കൊരു 7-8 ചോട്ടു വന്നിരുന്നു സിറ്റിയില്. എല്ലാത്തിനും തുപ്പി ഓടിച്ച്. ചോട്ടു തന്നെ ആയിരിക്കണം. ചോട്ടോ ബൈ നോക്കട്ടെ പെരുവോ നോക്കട്ടെ. അങ്ങനെ ചോട്ടോ ബൈ ആണ്. ചോട്ടു ബായ് ചോട്ടു നമ്പൂതിരിയനല്ലേ? അപ്പൊ അവന്റെ പേര് വിളിപ്പറയുടെ അങ്ങനെ എനിക്കറിയില്ല. സാധാരണ എനിക്ക് ഇതിനു മുന്നേ വന്ന എല്ലാ അനിയന്മാരുടെ പേര് ചോട്ടു നമ്പൂതിരിയനായിരുന്നു. വെറൈറ്റി ആയിരിക്കും, വെറൈറ്റി. പക്ഷെ അവൻ എന്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ അത് നിന്റെ അനിയൻ തന്നെയാ. നിന്നെ അച്ഛൻ പറഞ്ഞു പറ്റിച്ചതാ നീ ഒറ്റ മോനാന്ന്. ചുമ്മാ മള്ളി. സത്യമായിട്ട് സീരിയസ് തമാശയല്ല. എങ്കിൽ എന്റെ അമ്മയും പറ്റിച്ചു. എങ്കിൽ എന്റെ അമ്മയും പറ്റിച്ചിട്ടുണ്ട്. പിന്നെ അത് ഉറപ്പല്ലേ? ஒரு 15 நிமிஷத்துல 15 நிமிஷத்துல புள்ளி வந்துரும். ഓക്കെ. മുള്ളി എന്റെ അനിയനാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ. എന്താണ് മുള്ളി? മുള്ളി ഹലോ ജെട്ടി ബിൽഡിംഗ് എന്ന് പറയണ 7009 ചോട്ടു. ഇപ്പൊ പറ ഞാൻ ടൈപ്പ് ചെയ്തായിരുന്നു. മുള്ളി അതെ പുള്ളിയുടെ അച്ഛന്റെ പേര് ചോദിക്കണം. എന്താ? അപ്പൊ ജോറു എന്നാണ് പറയുന്നതെങ്കിൽ ഒരു 10-25% ഓക്കെ. അച്ഛന്റെ മരുക എവിടെയാണെന്ന് ചോദിക്കണം. അപ്പൊ വലത്തെ ഡണ്ടിയിലാണെന്ന് പറയുവാണെങ്കിൽ 50% ഓക്കെ. അച്ഛന്റെ മറുക്. പണ്ട് സൈക്കിളിന്റെ മിനിറ്റ് അച്ഛന്റെ വലത്തെ മൂലത്തിൽ ഒരു വലിയ മടുകുണ്ടായിരുന്നു. ആണല്ലേ? അതെവിടാന്ന് ചോദിച്ചാൽ കൊടുക്കുമ്പം വലത്തെ മൂലത്തിൽ വലത്തെ ചന്തി എന്ന് പറഞ്ഞാൽ 50% ഉറപ്പിക്കാം. 50% ഉറപ്പിക്കാം. 100ലേക്ക് എത്താൻ നമുക്ക് എന്ത് ചോദിക്കണം? നമുക്കൊരു DNA ടെസ്റ്റ് നോക്കണം പുള്ളി. അതിന്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാബു. തോന്നില്ലേ? പിന്നെ ഇപ്പം എന്റെ അച്ഛന്റെ മോനാണ് എന്റെ മോനാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്കൊരു നിനക്ക് മക്കളുണ്ടോ? അല്ല മക്കളുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ പറയാൻ പറ്റില്ല മുള്ളി. കാലമല്ലേ ഉറങ്ങിക്കിറങ്ങുമ്പോ ഇതൊക്കെ എടുത്തോണ്ട് പോയി മക്കൾ ഉണ്ടാക്കുന്ന ടൈമാണിത്. ശരിയാട്ടാ. പിന്നെ മുരളി പോപ്പുലർ ആണെന്ന് വിചാരിക്കണം. മുരളി ഒരു വൻ സെറ്റില്ല. ഷാരൂഖ് ഖാൻ പോലെ പോപ്പുലർ ആണ്. മുരളിയുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്കില്ലുണ്ടല്ലോ. മുരളിയുടെ സാധനത്തിന് പോയി മുരളിക്ക് ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഡിമാൻഡ് ആയില്ലേ? ഈ സ്കില്ലെല്ലാം അവിടെ കിട്ടിയില്ലേ? അത് ഷാരൂഖ് ഖാന്റെ കാര്യം ഓക്കെ, നിന്റെ കാര്യത്തിൽ അതെങ്ങനെയാ? ചിലപ്പോൾ ഞാൻ ചമ്പാക്ക് വെക്കുന്ന സ്റ്റൈൽ പറയാൻ പറ്റില്ല മള്ളി. ഹലോ എവിടെയാ? ആരോ ഡൗണായി സൈഡിൽ വരെ പോയല്ലോ. രണ്ടുപേരും ഡൗണായി. അവനെടുത്തോ കേറാൻ പറ്റുള്ള. ഹലോ കേറാൻ പറ്റുള്ള. കേറാൻ പറ്റുള്ള. ഇലക്ട്രിക് വണ്ടി എടുത്തോണ്ട് നടക്കുന്നുണ്ടല്ലോ രണ്ടുപേരും.
ബോയും കണ്ണാപ്പിനും കൂടെ നടക്കുന്നുണ്ട്. ഇത് എവിടെയാ അറിഞ്ഞൂടാ ഒന്നും പറഞ്ഞില്ല. ജോബിയുടെ വണ്ടി കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇത് എവിടെ അണ്ണാപ്പി സിറ്റിയിലുണ്ട്. ഒരു പിടുത്തവും ഇല്ല. വെള്ളമുണ്ടോ സിറ്റിയിലപ്പോ? കണ്ടുണ്ട്, ആളുണ്ട്. വേറെ ഡെയിലി കണ്ണമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അല്ല, റെയിലിൽ പോയത്. ആ വള്ളി എടുത്താണ് പോയി ഉണ്ടായിരുന്നു. ആണ് പോയതെങ്കിൽ ഉറപ്പായിട്ട് മുടുക്കിന്റെ സൈഡിൽ നിന്ന് വള്ളി എടുത്തിട്ടുണ്ടാവും. അപ്ഡേറ്റഡ് കോൾ അത് മനസ്സിലായി. ഇവന്മാർ ഇവേക്സ് ആണെന്ന് ഉറപ്പാണോ? പിന്നെ ആരാ? കണ്ണാപ്പി റേഡിയോയിൽ വന്ന് ചുമ്മാ ഓരോന്ന് പറയാലോ. എടാ കണ്ണാപ്പി നീ ഡൗൺ ആയെന്ന് പറഞ്ഞ. ഹലോ ഓർമ്മയിലായിരിക്കും. എടാ ചെറുതായിട്ട് വാടാ. എന്താണ് പിന്നെ നീ ആരെയും details അറിയാന്ന് പറഞ്ഞേ. ആരായിട്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ നമ്മളീ നാട് പറഞ്ഞവരൊക്കെ കേട്ടത് പിന്നെ എന്താണ്? നിനക്കെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. അടിക്ക വേണ്ടാൻ പറഞ്ഞിട്ട് കണ്ണാപ്പി ഒന്നും നീ കാണില്ല. നീ എന്താ പറഞ്ഞറിയാം? അടിയായി നീ റേഡിയോ മറ്റേ പോക്ക് പോയി. നമ്മ ടൗൺ ആയി. ഞാനിവിടെ മറ്റേ പെട്രോൾ അടിക്കാന്നാണ് പറഞ്ഞത്. പെട്രോൾ നമ്മൾ ഈ റൈഡിങ് ഗിയർ ഒക്കെ ഇട്ട് എന്തിനാ ഇറങ്ങിയത്? ഒരാവശ്യമില്ലായിരുന്നു. എനിക്കറിയില്ല. ദൈവം വന്നു. അപ്പൊ ഇവക്സിന്റെ സിറ്റുവേഷൻ ഓൾഡ് ആണോ ചോദിക്കാൻ വേണ്ടിട്ട് റേഡിയോ ഇറങ്ങിയതാ. ഓ അഡ്മിനോട് സംസാരിക്കാൻ റേഡിയോ ഇറങ്ങണോ? ആ അണ്ണാ റേഡിയോ നേരിൽ ആര് സംസാരിച്ചെന്നെ? ഇവന്റെ അച്ഛനോ? റേഡിയോ ഒരു മനുഷ്യൻ പോലും സംസാരിച്ചില്ല. എടുത്ത് വരുമായിരുന്നു. എന്നാലും ചോട്ട് എന്തി ഒരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് ഉണ്ട്. മെയിൻ ബാങ്ക് അടിക്കാൻ ആദ്യം എത്തുന്ന 4 പേർക്ക് അവസരം. മെയിൻ ബാങ്കിൽ എത്തുന്ന 4 പേർക്ക് മെയിൻ ബാങ്ക് അടിക്കലാമോ? ഇല്ലല്ല കോച്ച്, ഞാൻ വല്ലപ്പോഴും ഇവൻ വരുന്നതിനും ഞാൻ നേരം മെയിൻ ബാങ്ക് അടിക്കാൻ പറഞ്ഞു. പിന്നെ എന്റെ അനിയനെ ഞാൻ പോലും കണ്ടിട്ടില്ല. പിന്നെ അച്ഛനെ പോയി ചാൻസ് ഉള്ള ഒരേ ഒരു അനിയനായിരിക്കും. പക്ഷെ എന്റെ അച്ഛൻ്റെ ആയിരിക്കില്ല. പക്ഷെ ആളെ കാണാനില്ല കേട്ടോ, ഇതിന് വന്നില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. ആരൊക്കെ 2 വണ്ടിയിലൊക്കെ വന്ന്. എന്നാ ന്യൂ ഫോൺ എടുക്കാം. അതെന്താ പറയാ ഒരു ഇവിടെ ഒരു അഡ്മിൻ വരുത്തില്ലടാ. നമ്മളൊരു ഹലോ എത്തുന്ന 3 പേർക്കാണ് അവസരം. ഹലോ കേക്കാവോ? പെട്ടെന്ന് അടിക്കാം. നീ വണ്ടിക്കകത്ത് കയറി ബാബു, വണ്ടിക്കകത്ത് കയറ്. കേറാൻ പറ്റാത്ത പറഞ്ഞ വരായിരുന്നു. എന്തോ അണ്ണ എവിടെ വന്നിട്ട് ശവം എടുക്കണം? ഞാൻ സംസാരിക്കാൻ പോവാ. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ശരി ശരി ശരി. ശവം ശവം ബാക്കിരിക്കണ ഹലോ അവസാനം അനിയൻ. ഹലോ സമാധാനമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോവാ. വെറുതെ വണ്ടിയുടെ ഈ സൗണ്ടിന്റെ ഇടയ്ക്ക് സംസാരിച്ച് വെച്ചിട്ട് പോണ നാറി പിന്നെ വിളിക്കാൻ എന്റെ പഴയ ലൈവ് പ്ലേ ചെയ്യുന്നത്. ഇവിടെ സമാധാനമുള്ളൊരു സ്ഥലം ഏതുണ്ട്? ആരാരുടെ സ്ഥലം ഭയങ്കര കുറവാണ്. മള്ളി ഞാനല്ലേ സംസാരിക്കുന്നത്. മോളെ ഞാൻ പറയാം, സമാധാനമുള്ള സ്ഥലം എലിപ്പിട്ടിയല്ല. അവിടെ ആകുമ്പോ ഒറ്റ മനസ്സിൽ കാണൂല. അവിടെ മനുഷ്യരില്ല, പക്ഷെ മറ്റേ ചിമ്പാൻസി പക്ഷികളുണ്ട് കൂടുതലായിട്ട്. അതെ അതെ ശരിയാ. മള്ളി ഞാനല്ല പഠിച്ചത്. പിന്നെ പേര് കഴിയും ചോട്ടു ഒന്ന്
വാ, കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ. അതെ അതെ അതെ. ചോട്ടു, അല്ലേ ആ പറയാ. നീയല്ലേ പറഞ്ഞത് ബാബുവിന്റെ അനിയനാണെന്ന്? അതെ, ഉദ്ദേശിച്ച ബാബു ഞാനാണോ? അതെ. എന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടേ? നമ്മള് പണ്ട് എത്ര ഡേറ്റ് നമ്മള് പോയിരുന്നതാണ്. എത്ര ഡേറ്റുകൾ, എത്ര ഡിമണ്ട് കോരി അടക്കം പറഞ്ഞോ. ചിമ്പണ്ട് കോരിയതോ? ഓ പണ്ട്. അല്ലേ എന്റെ അജിന്റെ മോനാണോ? അതെ അതെ, എന്നെ ആണ് എന്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം, ഡൗട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. അജിന്റെ പേരെന്താണ്? ഡോറു. പള്ളി ഞാൻ ചോദിച്ച മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കേ. ശരിക്കുള്ള ബാബു ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾക്കൊരു കാര്യം ജസ്റ്റ് കൺഫേം ചെയ്യാനുണ്ട് കേട്ടോ. അയ്യോ വേണ്ട. അതായത് ഈ ജോറ് നമ്പൂതിരിയില്ലേ, അതായത് നിങ്ങളുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ആൾ, ബാബുന്റെ നിങ്ങടെ അപ്പൊ നിങ്ങടെ അച്ഛന്റെ ഏതോ ഒരു ചന്തയിൽ ഒരു മറുകുണ്ട്. അത് വലത്താണോ ഇടത്താണോ? അച്ഛൻ കുളിക്കുമ്പോ ഞാൻ പോയി നിക്കാറില്ലായിരുന്നു. ഇല്ല, അച്ഛൻ മുണ്ടെടുക്കുമ്പോ വെളിയിൽ കാണാൻ പറ്റുമായിരുന്നു. തൊളവുണ്ടാ ചണ്ടിക്ക് മേലോട്ട് സ്ഥലമുണ്ടല്ലോ, ചണ്ട അവിടെ വെച്ച് തീരുന്നില്ലല്ലോ. ചണ്ടിയിലുണ്ടല്ലോ പറഞ്ഞേ. അതെ, സ്പ്രെഡ് ഔട്ട് കേൾക്കുവാണ്. അച്ഛനെ കണ്ടിട്ടുണ്ടോ? അച്ഛന്റെ ചന്തി പൊക്കി നോക്കോ, മുണ്ട് പൊക്കി നോക്കോ, എവിടെയാണ് എന്റെ പൊന്നുമോനെ. ഞാനാണ് നിന്റെ അച്ഛനെ വിചാരിക്കുക. ഞാൻ നിക്കറിട്ടു, ഈ ഷർട്ട് ഊരി, എന്റെ ചണ്ടീന്ന് ഒരു പാടി മേലോട്ട് ഇങ്ങനെ കിടക്കുവാ വര പോലെ. അത് പാടല്ലല്ലോ, അത് എല്ലാവർക്കും ഉള്ളല്ലേ വര പോലെ. അത് നടുക്ക് ഞാൻ പറയുന്നത് സൈഡിലെ കാര്യം. അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛനെ കണ്ടിട്ടില്ലാന്നോ? അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛൻ വീട്ടിൽ മുണ്ടെടുക്കുന്ന കണ്ടിട്ടില്ല. പുള്ളി വീട്ടിൽ വന്നിട്ട് 1-2 ദിവസം നിൽക്കും. അത് കഴിഞ്ഞാൽ നാട്ടിൽ വേറെ പണി ഉണ്ടെങ്കിൽ പുള്ളി പോകും. പിന്നെ പുള്ളി വെള്ളിലെ പോയി വീട്ടിൽ വരാറുള്ളൂ. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ സീനാണ്. പുള്ളി ഫുൾ ടൈം എന്റെ വീട്ടിലുണ്ടായിരുന്നു. പണി ഉണ്ടെന്നും പറഞ്ഞ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം വേറൊരു സ്ഥലത്ത് പോകും. മനസ്സിലായില്ലേ? ആ 2 ദിവസമാണ് തോന്നി ഇവന്റെ വീട്ടിൽ പോകുന്നത്. ഇവന്റെ വീട്ടിൽ പോയിട്ട് പറയും എനിക്ക് ആഴ്ചയിൽ 4 ദിവസം പണിയുണ്ട് എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വരും. എന്നാലും മിച്ചം 1 ദിവസം ഉണ്ടല്ലോ, അന്നെവിടെ പോകും? അപ്പൊ അടുത്ത എന്തേ പഠിപ്പിക്കുന്നയോ എന്റെ പേര് മള്ളി. എന്നാലും കൺഫേം ചെയ്യാനുണ്ട് മള്ളി. എല്ലാം ഒരുപോലെ കിട്ടണില്ലല്ലോ. എന്നെ പോലെ നിക്കറിട്ട് എന്തിനോ കുറച്ച് ദിവസം എടുക്കും മള്ളി എനിക്കിത് കൺഫേം ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാൻ റിയാലിറ്റി. പക്ഷെ ഞങ്ങള് വെളിയിൽ കാണുന്നവർക്ക് നിങ്ങൾ രണ്ടും അനിയന്മാര് തന്നെ. അതിനപ്പുറത്ത് വേറെ വ്യത്യാസം ഇല്ല ബ്രോ. ഇനി സംസാരിക്കുമ്പോഴേ ചോട്ടു ആയ ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കതൊരു തടസ്സമാവും. മുള്ളി ഇല്ലെങ്കിൽ നീ പറയുന്നല്ല ബാബു പറഞ്ഞെന്ന് വിചാരിക്കും. പിന്നെ വേറെ കേസ്, ഞാൻ ഇല്ലാത്തൊരു സമയത്ത് മുള്ളിക്ക് മിസ്സിംഗ് വരാത്തതിന്റെ കാരണം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അയ്യോ അല്ലല്ല, ഞാൻ ചോട്ടനടുത്ത് അധികം അങ്ങനെ സംസാരിക്കാറില്ല. അതാണ് നല്ലത്. ചിലപ്പോ ചോട്ട് പോയത് അല്ല, ഞാനപ്പോ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ല ചോട്ടു എങ്ങനെയാ കണ്ടുപിടിച്ചത്? ശരിക്കും പറഞ്ഞ ബാബുവിനെ ഇങ്ങനെ ഒരു മോനുണ്ടെന്ന് ബാബു എങ്ങനെ കണ്ടുപിടിച്ച്? ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ്, അതായത് പുള്ളി, അതായത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അച്ഛനുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് പുള്ളിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഞാൻ ജനിക്കുന്ന 2 വർഷം മുമ്പ് അതെന്തേ പറയാൻ പറ്റില്ലേ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് മുരളിയുടെ പയ്യനാണ് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ്, കറന്റ് പണി, ഇതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. ഞാനിപ്പോ വിദ്യാഭ്യാസമുള്ളവരെ കൂടി തന്നെ ഞാനിപ്പോ നിൽക്കണേ. ഓ മുള്ളി ഇവൻ സേഫാണ്, നമ്മുടെ പിള്ളയല്ല. ഈ പറഞ്ഞ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെ വെച്ച് അതിനകത്ത് 2 വർഷം മുമ്പ് എന്റെ അച്ഛൻ മരിച്ചിരിക്കണേ. 2 വർഷം മുന്നേ അച്ഛൻ? അതെ, ഹൗ ഇറ്റ്സ് പോസിബിൾ? അത് എന്റെ അടുത്ത് പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ രാജാബാനാണ് പേര് പറഞ്ഞത്. ആ രാജ്യന്റെ പേരോ? ആ
പക്ഷേ അത് പോസിബിൾ അല്ല. അപ്പോഴാണ് പിന്നെ കുറെ നാൾക്ക് ശേഷം അമ്മ എന്നെ പറയുകയും ചെയ്തു ഏതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. പുള്ളി വല്ലപ്പോഴും വരുള്ളൂ. കാരണം പിന്നെ പുള്ളിനെ പറ്റി അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് വേറെയും ഭാര്യയും മോനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. ഈ വേറെ ഭാര്യ മോനെന്ന് ഇനിയും കൊണ്ടുപോകുന്നുള്ള കാര്യം ബാബുവല്ലേ? ആ അതെ. നീ helmet ഒന്ന് ഊരിയെ, ബാബു helmet ഊരിയെ. പരിചയപ്പെട്ടേ. മുടി വ്യത്യാസം ഐ ആം പ്രൗഡ് ഓഫ് മൈ ഡാഡ്. ഹെൽമെറ്റ് അല്ല സെയിമാണ്. ഹെയർ സ്റ്റൈല് വരെ ഇത്രയും തല കയറിയിട്ടുണ്ടായിരുന്നല്ലേ? നീ ഇത് തന്നെ നിന്നെ കണ്ണാടി കാണണമെങ്കിൽ നീ ഇതാ ഇങ്ങോട്ട് നോക്ക്. മള്ളി ഇവിടെ ലുക്ക് വൈസ് ഒന്നും പറയാൻ പറ്റില്ല മള്ളി. താടി മാത്രം പോലെ വ്യത്യാസം. 7 പേരാണ് ആ ഗ്യാങ്സ് ഉണ്ടായിരുന്നത് മറ്റേ ഗ്യാങ്ങിന്റെ വന്നത്. ബാൻഡൂരാനോ? അല്ലല്ല എല്ലാം ഒരേപോലെ സത്യമല്ലേ? നീ എന്നെ അറിയുന്ന ഒരു 10 പേര് എന്നെ പോലെ ഇരിക്കണത് വന്ന്. നേരത്തെ ബാബുല്ലേ പറഞ്ഞത് എല്ലാം നോക്കണോന്ന്. അച്ഛൻ്റെ മുണ്ടെടുക്കുമ്പോഴും ഞാൻ പറഞ്ഞത് വെട്ടിന്റെ കാര്യമാണ്, നീളത്തിന്റെ കാര്യമൊന്നും അച്ഛനെ പോലെ എനിക്ക് കിട്ടിണ്ടാവില്ല. എനിക്കറിയില്ല. ഇല്ല എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് നിനക്കല്ലേ അറിയോ? നീയല്ലേ പറഞ്ഞ നീളം നോക്കണോന്ന് പാൻഡൂരിയല്ലേ? ഞാൻ നിങ്ങളുടെ കൗണ്ടർ നിങ്ങളുടെ തഗ് ശബ്ദം എല്ലാം വെച്ച് നോക്കുമ്പോ ഇത് ഒരൊറ്റ DNA എന്നാണ് ഇതെല്ലാം ഉണ്ടായേക്കുന്നേ. മുള്ളി അപ്പൊ ഞാൻ വരാത്ത ദിവസം പുള്ളി ലീവ് എടുത്ത് കയറിക്കോട്ടല്ലേ? അല്ല അങ്ങനെയല്ല, അത് ഞാൻ ഉണ്ടാക്കിയ കഷ്ടപ്പാടാണ്. ഇവൻ കഷ്ടപ്പെട്ട് ഇവൻ എന്റെ നേരിടാം. നമ്മളെ കഷ്ടപ്പാടിന്റെ വില അറിയണമല്ലോ. അതെ, അച്ഛന്റെ ബർത്ത്ഡേ എല്ലായിടത്തും കയറിയാലെങ്ങനാ? അത് ശരിയാ. പക്ഷെ നമ്മള് ഡിസ്കസ് ചെയ്യേണ്ട ഇതിനെ പറ്റിയൊന്നും അല്ല. ഇത്രയും നാളെ നിങ്ങളെ രണ്ടുപേരും പറഞ്ഞ് പറ്റിച്ച് നിന്റെ അച്ഛനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. നോ പ്രൗഡ് ഓഫ് മൈ ഡാഡ്. അതെന്താ? പുള്ളിക്ക് 8 ഭാര്യയുണ്ട് 8 മക്കളുടെ എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. സത്യം പറയാം എനിക്കത് കൊടിയാവുന്നു മള്ളി. ഇത് എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചാൽ അച്ഛനെ കണ്ട് പഠിച്ചെന്ന് പറയാലോ. അങ്ങനെ ഒരു ഗതികേട് എന്താ നിനക്ക് വരുന്നില്ല? നിനക്ക് പെണ്ണില്ലല്ലോ. മള്ളി ആയ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാത്തിനും മുള്ളിലേക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിച്ച് വിട്ടത് കേട്ടോ. ഓ, ആയ കാലത്ത് എന്റെ ഉണ്ടായിരുന്നല്ല ഉമ്മിച്ചത് നീ തന്നെയല്ലേ? അപ്പൊ പിന്നെ അവരാണ് എന്റെ ഗേൾഫ്രണ്ട് ഇപ്പൊ പറഞ്ഞത്. അതൊക്കെ ചാലിയായി പൊക്കോളും. ഓക്കെ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. പോയവര് പോയി. മരിച്ചവരെ പറ്റി ഒന്നും പറയില്ല ഞാൻ. മരിച്ചു പോയല്ലേ ചോറു? പിന്നെ മരിച്ചിട്ട് കുറെ കാലല്ലോ. എത്ര നാളായി? മള്ളി ഇപ്പൊ ഞാൻ മുള്ളിയെടുത്ത് വരുന്നതിനും ഒരു 3 years ബാക്ക് ആയിരിക്കും മരിച്ചെന്ന് തോന്നുന്നു. അയ്യോ, മള്ളി ഓർമ്മയില്ല മരിച്ച കഥ മള്ളിക്ക് ഓർമ്മയില്ല. നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്കോ? നിനക്കോ? 27. നിങ്ങൾ തമ്മിൽ 2 വർഷത്തിന്റെ ഗ്യാപ്പ്. അന്ന് ഒരു മാസം പ്രമോഷൻ കിട്ടിപ്പോയായിരുന്നു പുള്ളി. ഹലോ, നീയെങ്കിലും ജീവിച്ചു, ഞാനോ ഇവിടെ ഇല്ല. മരിക്കാണോ പോ? ഇല്ല മരിക്കുന്നില്ല. കൊണ്ടുപോണെങ്കിൽ ഒരാൾ കൊണ്ടേ. അല്ല പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ചോട്ടു നിന്റെ അടുത്ത്. ബാബു പല അനിയന്മാരെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരാളോട് ഇത്രയും കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത്. സത്യം അത് വെച്ച് നോക്കുമ്പോ തന്നെ ഏകദേശം ഈ DNA കൺഫേംഡ് ആണ്. മുള്ളി ഇതിന് മുന്നേ കോരുന്നമാര് വന്നപ്പോഴേ ഞാൻ സിറ്റിൽ സ്ഥിരമായിട്ടുണ്ട്. എനിക്ക് വെച്ച് അനുഭവിക്കണ്ട. ഇത് ഞാൻ ഇല്ല, മുലലി വെച്ച് അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവ അങ്ങനെ ശല്യമുള്ള ഒരുത്തല്ല, മനസ്സിലായോ? പിന്നെ കുഴപ്പമില്ല മള്ളി. ഞാനായിട്ട് ഒരുത്തന്നെ എൻജോയ് ചെയ്തിട്ടേ മള്ളി. ഞാനോ സ്ഥിരം വരുന്നില്ലേ? ഇത് മറ്റേ പശു പുല്ല് തിന്നയില്ല, തീറ്റിക്കയില്ല. എന്തിന് അവൻ തിന്നട്ടെ മള്ളി. അല്ല അവന്റെ നിന്റെ അച്ഛൻ വന്നാന്ന് പറയുന്നത് നിനക്ക് വിഷമമില്ലല്ലോ അല്ലേ? മള്ളി അറ്റ്ലീസ്റ്റ് നമുക്ക് 2 അച്ഛൻ ഉണ്ടെന്ന് പറയാലോ മള്ളി. അതല്ലേ ചോദിക്കേ? അയ്യോ മുലലിയെ പറ്റി പറഞ്ഞല്ല മള്ളി. രണ്ടുപേർക്ക് സന്തോഷമായില്ലേ? രണ്ടുപേർക്ക് അച്ഛനെ കിട്ടിയില്ലേ? അല്ല എനിക്ക് നേരത്തെ പണ്ടേ ഉണ്ട് മള്ളി. കൺഫേം ചെയ്ത് കൊടുത്തു അവനിപ്പോ. അവനും ഉണ്ട്. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിലും സന്തോഷം. നിങ്ങൾ രണ്ടും ഞാൻ കാരണം 2 ചേട്ടനനിയന്മാരെ ഒന്നിച്ചല്ലോ. സത്യം വലിയ കാര്യം. പറയുന്നുണ്ടോന്നും വിചാരിക്കരുത്. കൂടെ പറയാറുണ്ട്. 2 ദിവസം നിന്റെ വീട്ടില് 4 ദിവസം എന്റെ വീട്ടില്. മിച്ചം ഡേ 1. അനിയത്തി തന്നെയാണോ? അത് പറയാൻ പറ്റില്ല. അച്ഛന്റെ കഴിവ് ചിലപ്പോ അനിയത്തിനും ചിലപ്പോ ഇരട്ടിയൊക്കെ ആയിരിക്കും. നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും. നീ ഇന്ന് പോവണ ഇത് പറഞ്ഞിട്ട് നാളെ ഇനി ഫീമെയിൽ ക്യാരക്ടറെ കൂടെ ഞാൻ സഹിക്കണമല്ലോ ആലോചിക്കുമ്പോഴാണ്
അത് ഞാൻ ത്രെഡ് ഇപ്പോഴേ മള്ളി. അതെ ഇപ്പൊ തന്നെ തുടങ്ങി ഏതെങ്കിലും ഒരു വോയിസ് ചേഞ്ചർ ഇപ്പൊ സെറ്റ് ചെയ്ത് കയറി വരും. അല്ല അത് ഒറിജിനൽ ആയിരിക്കണം മള്ളി. നിങ്ങളെന്ന് പറയുമ്പോ ഒറിജിനൽ ആയിരിക്കണം, നമുക്ക് തനിത്താങ്കം. ആണല്ലേ? പിന്നെ ഇതുപോലത്തെ ഡിക്കറൊക്കെ ഇട്ടിട്ട് ഒരു കൂടി കാണണല്ലേ? പിന്നെ നിക്കറിട്ടായിരിക്കുമല്ലോ വരുന്നത് എന്തായാലും. എന്തായാലും കുഴപ്പമില്ല. അനി ഇപ്പൊ ഇത്രയും നാൾ ഞാൻ സിറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടി ഞാൻ ഇല്ലാത്ത സമയം നീയും ചെയ്യണം കേട്ടോ. എന്നെ പോലീസ് ഇത്രയുള്ളൂ, മലയാളിക്ക് ഒരു പെണ്ണ്, ചന്ദ്രൻ ഒരു അച്ഛൻ. ഇത് മാത്രം നീ നോക്കിയത് സിറ്റിയില്. ഒന്ന് പറഞ്ഞേ. മുരളിക്കൊരു പിന്നെ പിന്നെ? ചന്ദ്രനൊരു അഡ്ജൻ. അച്ഛൻ അഡ്രസ് കിട്ടും. ഓക്കെ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി സ്ട്രേറ്റ് ആവും, മനസ്സിലായില്ലേ? ഇവരെ കൂടി ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹിന്ദി ലാങ് വിട്ട് മലയാള സ്ലാങ് കുറച്ചുകൂടെ വരും. ആ ഓക്കെ. കുറച്ചാൾ ബംഗാളി പോയിട്ടുണ്ടല്ലേ ഇപ്പോ? ഇല്ല ഇല്ല, ഞാൻ ഇടയ്ക്ക് ലീവിന് പോയിട്ട് വരുമ്പോ എനിക്ക് ഈ പ്രശ്നം ഉണ്ട്. പക്ഷെ ഇവരെ കൂടെ വരുമ്പോട്ടാണ് മലയാളിയിലാവണം. ആ ഓക്കെ. മനസ്സിലായി? ഓക്കെ. ഹിന്ദി സംസാരിക്കരുത് ഇവിടെ. ഓ ഇല്ലില്ല, അത് ഹിന്ദി സംസാരിക്കാൻ പാടില്ല. ആ ബ്രോ ബ്രോൺസ്. ഓക്കെ ഓക്കെ മള്ളി. ഇതെന്താ മള്ളി മള്ളി ഞാൻ കളിയാക്കാന്ന് വിചാരിക്കല്ലേ? അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ നമ്മള് ഈ വീടൊക്കെ പണിയാൻ നേരെ ബംഗാളികൾ വന്ന് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ അതും കണ്ടിരിക്കുകയാണ് ഇത്ര നേരം. എന്തൊരു സാധനങ്ങളൊക്കെയാണ്. കേറ് കേറ്. വാ, ശരി.